ശബരിമല സ്വർണ്ണമോഷണ കേസിൽ നിർണായക അറസ്റ്റ് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അറസ്റ്റിൽ. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആണ് പങ്കജ് ഭണ്ഡാരി. കർണാടകയിലെ വ്യവസായിയാണ് ഗോവർദ്ധൻ. ഷീജ ചേരുന്നുണ്ട്. ഷീജ, സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും അവന്തിക, സ്വർണ്ണമോഷണ കേസിൽ ഏതായാലും നിർണായകമായിട്ടുള്ള അറസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ പ്രതിപട്ടികയിലേക്ക് വരാൻ സാധ്യതയുള്ള രണ്ടുപേരായിരുന്നു പങ്കജ് ഭണ്ഡാരിയും അതുപോലെ തന്നെ ഈ കർണാടകയിലെ വ്യവസായിയായിട്ടുള്ള ഗോവർദ്ധനും. ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം ഉരുക്കുന്നതും അവിടെ നിന്നാണ് സ്വർണം മാറ്റുന്നതും അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള പങ്ക് സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിക്കടക്കം ഉണ്ട് എന്നുള്ളത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലടക്കം കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് എസ് ഐ ടിയും കൂടുതൽ പരിശോധനകൾ നടത്തുകയും സ്മാർട്ട് ക്രിയേഷൻസിലടക്കം എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും ആദ്യഘട്ടത്തിൽ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നതടക്കമുള്ള നടപടികളും ഈ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് കൂടുതൽ തെളിവുകളുടെയും കൂടുതൽ മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് ഗോവർദ്ധനാണ്. ഗോവർദ്ധൻ ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തു കൂടിയാണ് ഈ കർണാടകയിലെ വ്യവസായിയായിട്ടുള്ള ഗോവർദ്ധൻ. ഈ ഗോവർദ്ധന്റെ കർണാടകയിലെ ജ്വല്ലറിയിൽ എത്തിച്ചായിരുന്നു ഈ സ്വർണം മറച്ചു വിൽക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് SITക്ക് നൽകിയിട്ടുള്ള മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണം നടത്തി തന്നെയാണ് SIT ഇപ്പോൾ ഈ നിർണായകമായിട്ടുള്ള അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. അവന്തിക, ഷീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ രണ്ടുപേരെയും നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. എന്നാൽ ഇവർക്ക് നേരിട്ട് ഇതിൽ പങ്കുണ്ട് എന്നൊരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ വീണ്ടും ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്? തീർച്ചയായും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവരുമായി കാര്യങ്ങൾ കൂടുതൽ ലിങ്ക് ചെയ്യുന്ന കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, അതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂടുതൽ പേരെ ചോദ്യം ചെയ്തതും. പ്രധാനമായും ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെയാണ് ഇവർ രണ്ടുപേരുമായി നേരിട്ട് കൂടുതൽ ബന്ധമുള്ളത് എന്നുള്ള കാര്യമാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളും ചേർന്ന് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്ന ദ്വാരപാലക ശില്പങ്ങൾ അത് കർണാടകയിൽ എത്തിക്കുന്നു. കർണാടകയിൽ എത്തിച്ചതിന് ശേഷം സുഹൃത്തായിട്ടുള്ള നാഗേഷിന്റെ വീട്ടിൽ വെക്കുന്നു. തുടർന്ന് അവിടെ നിന്നും ആണ് ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കുന്നത്. ആ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ് ഈ നിർണായകമായിട്ടുള്ള സ്വർണം ഉരുക്കുന്നതടക്കമുള്ള നടപടികളും ഇവർ സ്വർണം വീതം വെച്ചെടുക്കുന്നതടക്കമുള്ള നടപടികളും ഉണ്ടാകുന്നത്. അപ്പോൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈം നടന്നിരിക്കുന്ന സ്ഥലം കൂടിയാണത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ക്രിയേഷൻസിലൊക്കെ എത്തി പരിശോധനകൾ നടത്തുകയും അവിടെ നിന്ന് കൂടുതൽ തെളിവ് ശേഖരണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ആദ്യം തെളിവ് ശേഖരണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു നീക്കമാണ് SIT നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് കൃത്യമായ രീതിയിൽ ആ തെളിവ് ശേഖരണം പൂർത്തിയാക്കി കൂടുതൽ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും നിർണായകമായിട്ടുള്ള രണ്ട് അറസ്റ്റാണ് ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ വ്യവസായിയായിട്ടുള്ള ഗോവർദ്ധന്റെ കാര്യത്തിലും നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത്. ഇതിൽ ഇനി കൂടുതൽ ഇവരുമായി ലിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ SIT പരിശോധിച്ചു വരികയാണ്. കൃത്യമായ രീതിയിൽ ഇവർക്ക് മാത്രമാണോ ഇതിൽ പങ്കുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ SIT ഇതിനകം തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഏതായാലും നിർണായകമായിട്ടുള്ള അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത്. ഷീജ, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കർണാടകയിൽ ഈ ദ്വാരപാലക ശില്പവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകയിലേക്ക് എത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ട് സഹായിച്ച രണ്ട് വ്യക്തികളാണ് ഈ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും എന്ന നിലയിലാണ് ഇപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയല്ലേ?
തീർച്ചയായും അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് ഈ ശബരിമലയിൽ നിന്നും 2019 ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കൾ നേരെ ഇത് കർണാടകയിലേക്ക് എത്തിക്കുന്നു. ആദ്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായിട്ടുള്ള നാഗേഷിന്റെ വീട്ടിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ വെക്കുന്നു. അതിനുശേഷം അവിടെ വെച്ച് ഈ സ്വർണം ഉരുക്കാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ തന്നെ മറ്റൊരു മിന്ത്ര എന്ന് പറയുന്ന സ്ഥാപനം അവിടെയുണ്ട്. അവിടെ കേന്ദ്രീകരിച്ച് സ്വർണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. പക്ഷെ അത് പ്രാവർത്തികമാകാത്തൊരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് കൃത്യമായ രീതിയിൽ തന്നെ അത് ഒരുക്കുന്നു. സ്വർണം ഇവർ തമ്മിൽ കൃത്യമായ രീതിയിൽ പങ്കിട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. പങ്കജ് ഭണ്ഡാരിക്കടക്കം അതിന്റെ കൃത്യമായിട്ടുള്ള വിഹിതം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളടക്കം ഇപ്പോൾ ഈ SITയുടെ പക്കലുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ രീതിയിലൊരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് നിർണായക പങ്കാണ് ഈ പങ്കജ് ഭണ്ഡാരിക്ക് അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിക്കും കർണാടകയിലെ വ്യവസായിയായിട്ടുള്ള ഗോവർദ്ധനും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അതായത് ഇനിയും ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയും ഇവരെ സഹായിച്ച കൂടുതൽ വ്യക്തികൾ ഇവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ടോ? നിലവിൽ ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധന പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ട് അവന്തിക. അതായത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഇവർക്കുള്ള പങ്ക് എന്താണ് എന്നത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യം ആ രീതിയിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകളടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായകമായിട്ടുള്ള മൊഴിയും ഇവരുമായി ബന്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യവും ഈ കേസിൽ എടുത്തു പറയേണ്ടതാണ്. ആ രീതിയിലാണ് ഏതായാലും ഈ പങ്കജ് ഭണ്ഡാരിയിലേക്കും വ്യവസായി ഗോവർദ്ധനിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയത്. അതിന്റെ പിന്നാലെ ആദ്യം ധൃതി പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ആദ്യം പരമാവധി തെളിവുകൾ അവർക്കെതിരെ ശേഖരിക്കുക എന്നതിനാണ് SIT പ്രാധാന്യം നൽകിയത്. ആ രീതിയിൽ ഒരു തെളിവ് ശേഖരണമൊക്കെ നടത്തി തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്.